ശ്ലീഹർ തൻ തലവൻ ശീമോനോടായി നാഥൻ കഹനുസായെ പ്രതി ചൊന്ന വചനം മതിരമ്യം. നിന്നെ ഞാനെൻ കാര്യസ്ഥ സ്ഥാനത്താക്കി ബന്ധനമോചന താക്കോലുകൾ നിൻ കയ്യിൽ. പ്രഭാത വചനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. വിശ്വാസത്തെക്കുറിച്ചുള്ള ഏറ്റവും സുന്ദരമായ വ്യാഖ്യാനങ്ങളിൽ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് ജംപ് ഇൻ ദ ഡാർക്ക്നെസ് വിത്ത് ഫെയ്ത്ത് എന്നുള്ളതാണ്. കൂരിരുട്ടിലേക്ക് വിശ്വാസത്തിന്റെ നിറവിൽ എടുത്ത് ചാടുവാൻ സാധിക്കുക. അത്ര ആത്മധൈര്യമുള്ളവർക്ക് സാധിക്കുന്ന ഒരു കാര്യമാണത്. വിശ്വാസത്തിന്റെ തെരുവിൽ മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് കൂരിരുട്ട് നിറഞ്ഞ ആഴങ്ങളിലേക്ക് എടുത്തു ചാടാൻ സാധിക്കുക, അതും വിശ്വാസത്തിന്റെ നിറവിൽ. വിശുദ്ധ മത്തായിയുടെ രക്ഷാകരമായ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിന്റെ 21 മുതൽ 28 വരെയുള്ള തിരുവചന ഭാഗം പരിശോധിക്കുമ്പോൾ ഒരു കനാന്യക്കാരിയായ സ്ത്രീയെ നാം അവിടെ പരിചയപ്പെടുന്നുണ്ട്. അവളെ കുറിച്ചുള്ള, അവളുടെ വിശ്വാസത്തിന്റെ ആഴത്തെക്കുറിച്ചുള്ള ഏറ്റവും സുന്ദരമായ വ്യാഖ്യാനമാണ് ഇന്നത്തെ വിശുദ്ധ എവൻഗേലിയോൻ ഭാഗത്ത് പരിശുദ്ധ സഭ ചിന്തയ്ക്കായി ചിട്ടപ്പെടുത്തി തന്നിരിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ രക്ഷാകരമായ സുവിശേഷത്തിലും മർക്കോസിന്റെ രക്ഷാകരമായ സുവിശേഷത്തിലും ഈ വിശ്വാസത്തിന്റെ സാക്ഷ്യം വളരെ നന്നായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കനാന്യക്കാരിയായ സ്ത്രീയുടെ വിശ്വാസത്തിന്റെ തികവിൽ ഒരു പരീക്ഷണ ഘട്ടത്തെ അതിജീവിച്ച് അവൾ അനുഗ്രഹവും സൗഖ്യവും പ്രാപിച്ചത് എങ്ങനെയെന്ന് സുവിശേഷം ഇന്ന് വളരെ നന്നായി നമ്മോട് സംവദിക്കുകയാണ്. വിശുദ്ധ മർക്കോസിന്റെ രക്ഷാകരമായ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ 24 മുതൽ 30 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ വിശുദ്ധ മത്തായിയും വിശുദ്ധ മർക്കോസും പറഞ്ഞതിൽ നിന്ന് അല്പം വ്യത്യസ്തമായി ഈ കനാന്യക്കാരി സ്ത്രീയെ ഒരു സീറോ ഫിനീഷ്യൻ കാരിയായിട്ടാണ് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 3 സുപ്രധാനമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വേദഭാഗത്ത് നാം മനസ്സിലാക്കുന്നത്. ഒന്നാമതായി, ഇസ്രായേലിന്റെ അതിർത്തികളിൽ നിന്ന് ദൈവത്തിന്റെ സാന്നിധ്യം പുറത്തേക്ക് പോകുന്നതായി നാം ഈ വേദഭാഗത്ത് ഈ സംഭവത്തിലൂടെ തിരിച്ചറിയുകയാണ്. വിജാതീയരായിരിക്കുന്ന അനേകം പേർ കർത്താവിന്റെ പരിശുശ്രൂഷ കാലത്ത് ഇസ്രായേലിൽ വന്ന് അനുഗ്രഹീതരായിട്ടുണ്ട്, സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വേദഭാഗത്ത് യഹൂദദേശത്ത് നിന്നും വിജാതിയർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തേക്ക് കടന്നു ചെന്ന് അനുഗ്രഹങ്ങളും സൗഖ്യവും രക്ഷയും നൽകുന്ന കർത്താവിനെയാണ് നാം വായിച്ച് മനസ്സിലാക്കുന്നത്. ഇസ്രായേലിൽ എന്ന പോലെ തന്നെ രക്ഷയുടെ സാധ്യതകൾ വിജാതീയരുടെ ഇടയിലും തുറന്നിടുന്നതായിട്ട് നാം ഈ വേദഭാഗത്ത് മനസ്സിലാക്കുകയാണ്. സ്വന്തം നാട്ടിൽ നിന്ന് വിജാതീയരുടെ മണ്ണിലേക്ക് കടന്നു ചെന്ന് രക്ഷയും അനുഗ്രഹവും സൗഖ്യവും പ്രദാനം ചെയ്യുന്ന ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിനെ ഈ വേദഭാഗത്ത് അവതരിപ്പിക്കുകയാണ്. ദൈവസാന്നിധ്യത്തിന്റെ അധികാരികളും സൂക്ഷിപ്പുകാരും തങ്ങളാണെന്ന് വ്രത അഹങ്കരിച്ചിരുന്ന യഹൂദന്മാർക്ക് ഈ വേദഭാഗം ഒരു തിരുത്തലാവുകയാണ്. ഇസ്രായേലിൽ നിന്ന് ദൈവത്തിന്റെ രക്ഷയും രക്ഷാസാധ്യതകളും വിജാതീയരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുന്നു. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് കൊണ്ട് മാത്രം, ക്രിസ്ത്യാനി എന്ന നാമം ലഭിച്ചതുകൊണ്ട് മാത്രം ആരും സൗഖ്യത്തിന്റെ അധികാരവും സ്വാതന്ത്ര്യവും ഏറ്റെടുക്കുന്നില്ല. മറിച്ച് വിശ്വാസത്തിന്റെ ആഴങ്ങളിലാണ് നിന്റെ ക്രിസ്ത്യാനിത്വം അനുഗ്രഹിക്കപ്പെടുന്നത്. നീ സ്വജാതിയാണെന്നോ വിജാതിയാണെന്നോ
സ്ത്രീയെന്നോ പുരുഷനെന്നോ ദുർബലനെന്നോ ബലവാനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ ഇവിടെ പ്രസക്തമല്ല. മറിച്ച് വിശ്വാസത്തിന്റെ സ്ഥിരതയിൽ എത്രത്തോളം നിനക്ക് നിലനിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കനാനക്കാരിയായ സ്ത്രീയുടെ വിശ്വാസം 3 വട്ടം പരീക്ഷിക്കപ്പെടുന്നതായിട്ട് നാം ഈ വേദഭാഗത്ത് മനസ്സിലാക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ കനാന്യക്കാരിയായ സ്ത്രീ യേശുവിന്റെ അടുക്കൽ കടന്നു വന്നിട്ട്, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൾ നിലവിളിച്ച് കരഞ്ഞ് അപേക്ഷിക്കുകയാണ്. എന്റെ മകളെ പിശാച് അതിക്രൂരമായി പിടികൂടിയിരിക്കുന്നു, എന്നെ രക്ഷിക്കണമേ എന്ന് അവൾ യേശുവിന്റെ അടുക്കൽ കരഞ്ഞ് നിലവിളിക്കുകയാണ്. വളരെ പ്രതീക്ഷയോടുകൂടെ കടന്നു വന്ന കനാന്യക്കാരിയായ സ്ത്രീക്ക് ഹൃദയത്തെ നുറുക്കുന്ന ഒരു നിശബ്ദതയാണ് മറുപടിയായിട്ട് ലഭിച്ചത്. യേശു അവളോട് ഒന്നും തന്നെ മൊഴിഞ്ഞില്ല എന്ന് വേദഭാഗത്ത് നാം കാണുന്നു. 2-ാം വട്ടം അവളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത് ശിഷ്യന്മാരുടെ ഇടപെടലിലൂടെയാണ്. ഈ കരഞ്ഞ് അപേക്ഷിച്ച് പിന്നാലെ വരുന്ന കനാന്യക്കാരി സ്ത്രീയെ കണ്ടിട്ട് ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് പറയുന്നു, അല്ലയോ ഗുരുവോ, ഇതാ ഈ സ്ത്രീ ഏറെ സമയമായി നമ്മുടെ പിന്നാലെ കരഞ്ഞുകൊണ്ടും വിലപിച്ചുകൊണ്ടും നടക്കുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് ശിഷ്യന്മാർ യേശുവിനോട് അപേക്ഷിക്കുകയാണ്. എന്നാൽ ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നത്, ഇസ്രായേൽ കുലത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുക്കലേക്ക് അത്രേ ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നതെന്ന് കർത്താവ് പറയുകയാണ്. അതായത് ഞാൻ കടന്നു വന്നിരിക്കുന്നത് ഇസ്രായേൽ മക്കൾക്ക് സൗഖ്യവും രക്ഷയും പ്രദാനം ചെയ്യുവാനാണ്. എന്നാൽ വേദനയോടെ ഇത് കേൾക്കുന്ന കനാന്യക്കാരി സ്ത്രീ നിരാശപ്പെട്ട് മടങ്ങിപ്പോകുന്നതായിട്ട് നാം കാണുന്നില്ല. മറിച്ച് അവൾ വിശ്വാസത്തിന്റെ തീവ്രതയിൽ കൂടുതൽ ആഴപ്പെടുന്നതായിട്ട് നാം കാണുകയാണ്. 3-ാം വട്ടവും കനാന്യക്കാരിയായ സ്ത്രീ യേശുവിനെ സാഷ്ടാംഗ പ്രണാമം ചെയ്ത്, യേശുവേ, ദാവീദിന്റെ പുത്ര, എന്നെ സഹായിക്കണമേ, കരുണ തോന്നണമേ എന്ന് കൂടുതൽ ഉറച്ച ശബ്ദത്തിൽ യേശുവിനോട് കേണപേക്ഷിക്കുകയാണ്. തന്റെ പിശാചുബാധിതയായ സ്വന്തം മകളുടെ വേദന തന്റെ വേദനയായി ഏറ്റെടുത്താണ് അവൾ യേശുവിനോട് നിലവിളിച്ചത്. എന്നാൽ യേശു അവളോട് പറയുന്നത്, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് ഉചിതമല്ല. നായ്ക്കുട്ടികളെന്ന് ഇവിടെ യഹൂദന്മാർ സാധാരണ പറഞ്ഞു വന്നത് വിജാതീയരെ കുറിച്ചാണ്. യഹൂദന്മാരല്ലാത്ത മറ്റാളുകളെ കുറിച്ച് ആക്ഷേപാർത്ഥത്തിൽ അവർ ഉപയോഗിച്ചിരുന്ന ഒരു പദമായിരുന്നു നായ്ക്കുട്ടികൾ എന്ന് പറയുന്നത്. യേശു ആ വാക്ക് തന്നെ കടമെടുക്കുകയാണ്. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് ഉചിതമല്ല. ഇസ്രായേലിലെ മക്കൾക്ക് പോഷണമാണ് ഞാൻ ആഗ്രഹിക്കുന്നതും എന്റെ ദൗത്യവുമെന്ന് യേശുക്രിസ്തു വെളിപ്പെടുത്തുകയാണ്. അവിടെയും തളർന്നു പോകാതെ, തകർന്നു പോകാതെ, നിരാശയാകാതെ അവൾ യേശുവിന്റെ അടുക്കിലേക്ക് ചേർന്ന് നിന്നിട്ട് മൃദുവായ ശബ്ദത്തിൽ പറയുന്നു, അതേ കർത്താവേ, നായ്ക്കുട്ടികളും അവയുടെ യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ തിന്ന് ഉപജീവിക്കുന്നുണ്ടല്ലോ. അവൾ പറഞ്ഞത്, ഇസ്രായേൽ ഭവനത്തിൽ വളരുന്ന നായ്ക്കുട്ടികളായെങ്കിലും ഞങ്ങളെ നീ പരിഗണിക്കണമേ എന്ന. നായ്ക്കുട്ടികളുടെ സ്ഥാനത്തെങ്കിലും നീ ഞങ്ങളെ പരിഗണിക്കണമെന്ന് ആ കനാന്യക്കാരിയായ സ്ത്രീ പറയുന്നു. ഉടനെ സ്ത്രീയോട് യേശു പറയുകയാണ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം ഏറെ വലുതാകുന്നു, നീ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ അവളുടെ മകൾ സുഖപ്പെടുകയും ചെയ്തു എന്ന് നാം വായിച്ച് മനസ്സിലാക്കുകയാണ്. 3 വട്ടം തന്റെ വിശ്വാസത്തെ അതികഠിനമായി പരീക്ഷിക്കപ്പെട്ടിട്ടും വിശ്വാസത്തിന്റെ തികവിൽ നിന്ന് പിന്നോട്ടു പോകാൻ കൂട്ടാക്കാതിരുന്ന വിജാതിയായ ഒരു സ്ത്രീ അവളുടെ വിശ്വാസത്തിന്റെ പൂർണ്ണതയെങ്കിൽ അവളുടെ കുഞ്ഞിന് സൗഖ്യം കൊടുക്കുകയാണ്. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാനും നിങ്ങൾ വിശ്വാസികളാണ്.
വിശ്വാസത്തിന്റെ വക്താക്കളാണെന്നും വിശ്വാസത്തിന്റെ സൂക്ഷിപ്പുകാരാണെന്നൊക്കെ നാം അവകാശപ്പെടുന്നവരും ആർത്തനാദങ്ങളും അവകാശവാദങ്ങളും ഉന്നയിക്കുന്നവരുമാണ്. എന്നാൽ ഈ കനാന്യക്കാരി സ്ത്രീയെ പോലെ തന്റെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ സ്ഥൈര്യം പരീക്ഷിക്കപ്പെട്ട എല്ലാ ഘട്ടങ്ങളിലും ദാവീദിന്റെ പുത്രനായ യേശുവിനോട് ചേർന്ന് നിൽക്കാൻ, അവനെ വിശ്വസിക്കാൻ, അവനിൽ നിന്ന് സൗഖ്യം പ്രതീക്ഷിക്കാൻ, അവന്റെ അനുഗ്രഹത്തിന്റെ വലയത്തിലായിരിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായി ഈ കർത്തൃദിനത്തിൽ ചിന്തിക്കേണ്ടതാണ്. കനാന്യക്കാരിയുടെ വിശ്വാസത്തെ ദൈവം പ്രകീർത്തിക്കുകയാണ്. ദൈവത്തിന് നമ്മുടെ വിശ്വാസത്തെ പ്രകീർത്തിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ വിശ്വാസത്തിന്റെ ആഴവും പരപ്പും എത്രത്തോളമാണെന്ന് ദൈവത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നാം ദൈവത്തെ അറിയുന്നവരും സ്നേഹിക്കുന്നവരുമാണെന്ന് അവകാശവാദം ഉന്നയിക്കുന്നവരാണ്, അത് ആവർത്തിച്ച് പറയുന്നവരുമാണ്. എന്നാൽ ഒന്ന് ചോദിക്കട്ടെ, ദൈവം സ്നേഹിക്കുന്നവരും ദൈവം അറിയുന്നവരുമാണോ ഞാനും നിങ്ങളുമെന്ന് ജീവിതത്തിൽ ശാന്തമായി ഒന്ന് വിചിന്തനം ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. കനാന്യക്കാരിയായ സ്ത്രീയുടെ വിശ്വാസത്തെ യേശുക്രിസ്തു പ്രകീർത്തിക്കാനുള്ള കാരണം അവളുടെ വിശ്വാസത്തിന്റെ തികവ്, യേശുവിലുള്ള അവളുടെ ബോധ്യം, തന്റെ മുന്നിൽ നിൽക്കുന്നവൻ ദാവീദിന്റെ പുത്രനായ യേശുവാണെന്നുള്ള അവളുടെ ബോധ്യം, യേശുവിനെ കർത്താവായി അറിയാനും അംഗീകരിക്കാനുമുള്ള തിരിച്ചറിവും വിവേകവും അവളുടെ വിശ്വാസത്തെ പ്രകീർത്തിക്കുവാൻ ഇടയായി തീർന്നു. നമ്മുടെ വിശ്വാസവും നമ്മുടെ ബോധ്യവും നമ്മുടെ ക്രിസ്തീയ ജീവിതവും ദൗത്യ നിർവഹണവും എത്രത്തോളം ദൈവസന്നിധിയിൽ സ്വീകാര്യമാണെന്നും അംഗീകാരയോഗ്യമാണെന്നും ഈ കർത്തൃദിനത്തിന്റെ ധന്യവേളയിൽ നമുക്കും ചിന്തിക്കാനായിട്ട് സാധിക്കണം. മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. സുവിശേഷത്തിൽ ഒരിക്കൽ മാത്രമായി യേശുക്രിസ്തു നേരിട്ടൊരു വ്യക്തിയോട് പറയുന്നത് ഇപ്രകാരം ആദ്യമായിട്ടാണ്. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായത്തിന്റെ 6ഉം 7ഉം വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇപ്രകാരം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്നിനെ കുറിച്ചും ആകുലപ്പെടരുത്, പ്രാർത്ഥനയാലും അപേക്ഷയാലും കൃതജ്ഞതാ സ്തോത്രത്തോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയത്രേ ചെയ്യേണ്ടത്. കനാന്യക്കാരി സ്ത്രീ ദൈവസന്നിധിയിൽ സമർപ്പിച്ചതുപോലെ ആകുലപ്പെടാതെ, അസ്വസ്ഥമാകാതെ, പ്രാർത്ഥനയാലും അപേക്ഷയാലും കൃതജ്ഞതാ സ്തോത്രത്തോടുകൂടെ നമ്മുടെ അപേക്ഷകളെ, യാചനകളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. കനാന്യക്കാരി സ്ത്രീയുടെ മകൾ ക്ഷണത്തിൽ സൗഖ്യം പ്രാപിച്ചത് വിശ്വാസത്തിന്റെ തികവിലാണെന്ന് തിരിച്ചറിയുക. നമ്മുടെ വിശ്വാസ ജീവിതം സൗഖ്യത്തിലേക്കും അനുഗ്രഹത്തിലേക്കും വഴി തുറക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു കർത്തൃദിനവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു നല്ല നോമ്പുകാലവും ആശംസിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ശ്ലീഹർ തൻ തലവൻ ശീമോനോടായി നാഥൻ കഹനുസായെ പ്രതി ചൊന്ന വചനം മതിരമ്യം. നിന്നെ ഞാനെൻ കാര്യസ്ഥ സ്ഥാനത്താക്കി ബന്ധനമോചനത്താ